ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ഒരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുറച്ച് കുരുമുളകും ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഇളക്കി മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി അതേ പാനിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ക്യാബേജ്, ക്യാപ്സിക്കം, ഓണിയൻ, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചേക്കുന്ന എഗ്സും കൂടെ ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സോസസ് ആഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും 2 ടീസ്പൂൺ സോയ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബസ്മതി റൈസും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ, താങ്ക് യു.